ഈ നട്ടുച്ച വെയിലത്തും ഹോട്ടൽ ജീവനക്കാരും ഉടമകളും ഒക്കെ ഈ നടു റോട്ടിലാണ്. കാരണം അവരുടെ ജീവിതത്തെ തന്നെ, അവരുടെ ദൈനംദിന ജീവിതത്തെ, വ്യവസായത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു വൻ വിലക്കയറ്റമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ഓരോ ഗ്യാസ് കുറ്റിക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ ഇന്ന് പാലക്കാട് പ്രതിഷേധ സമരത്തിലാണ്. ഗ്യാസ് കുറ്റി സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തിയാണ് അവരിപ്പോൾ പ്രതിഷേധ സമരം തന്നെ നയിച്ചത്. കാരണം മറ്റൊരു വഴികളില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സാഹചര്യത്തിൽ ജില്ലാ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ഈ വിഷയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരം അവർ നടത്തുന്നത്. നമ്മളോടൊപ്പം അസോസിയേഷന്റെ ഭാരവാഹി കൂടിയായ NMR റസാഖ് ഉണ്ട്. എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ജില്ലാ അടിസ്ഥാനത്തിലുള്ളതല്ല, ഞങ്ങൾക്ക് ഇവിടെ 21 യൂണിറ്റ് ഉണ്ട് പാലക്കാട് ജില്ലയിൽ. അതിൽ ഒരു യൂണിറ്റിൻ്റെ മാത്രമാണ് ഈ സമരം. ഇത് പാലക്കാട് ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകൾ ഈ സമരം നടന്നു വരുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ മുഴുവൻ യൂണിറ്റ് സമരം നടത്തുന്നുണ്ട്. ഈ സ്ട്രക്ചറിൽ ഹോട്ടൽ മേഖലയിൽ കിടത്തി അതിന് മേലെ റീത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഗ്യാസിന് വെച്ച റീത്തല്ല, ഹോട്ടൽ മേഖലയ്ക്ക് വെച്ച റീത്താണ്. പാലക്കാട് ഇത്രയും ചൂട്ടത്തെ ഞങ്ങൾ അന്നമൂട്ടുന്ന കൈകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ഈ റോട്ടിൽ കൂടി വരേണ്ടതെങ്കിൽ അതിൻ്റെ തീ എവിടെയാണെന്നറിയോ? ഈ നെഞ്ഞിനകത്താ തീ. ഞങ്ങളുടെ മേഖലയ്ക്കാണ് തീ ഇട്ടിരിക്കുന്നത്. ഒരു വിധത്തിലും നമുക്ക് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്യാസ് കിട്ടാതെയുള്ള പ്രതിസന്ധി ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ വലിയൊരു രീതിയിൽ വില കയറ്റം. നേരം ഇരുട്ടി വെളുക്കുമ്പോൾ 1000 രൂപ വില കയറ്റുക എന്ന് പറഞ്ഞു വെച്ചാൽ സ്വർണ്ണത്തിന് വില കയറുന്നതിയാണ് ഗ്യാസിന് വില കയറ്റുന്നത്. ഈ രാജ്യത്ത് 15% മാത്രമേ നമ്മൾ കമേഴ്ഷ്യൽ ഗ്യാസിന് ഉപയോഗിക്കുന്നുള്ളൂ. 85% നമ്മൾ വീടുകളിലേക്കുള്ള ഗ്യാസാണ്. അപ്പോൾ ആ ഗ്യാസിന് ഒരു 100 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഞങ്ങളിൽ ഇത്രയും വെച്ച് കൂട്ടേണ്ടി വരില്ല. അപ്പോൾ ആ ഗ്യാസിന് കൂട്ടാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ ജനരോഷം ഭയന്നാണ്. അല്ലെങ്കിൽ അവിടെ കൂട്ടണ്ടേ, അവിടെ കൂട്ടിയിട്ട് വേണ്ടേ നമ്മളിൽ വേണ്ട ഒരു 50 രൂപ കൂട്ടിക്കോട്ടെ. ഞങ്ങളുടെ ഭാര്യ എത്ര കമ്മിയാക്കാൻ പറ്റുമോ? 1000 രൂപ സിലിണ്ടറും കൂട്ടി 1150 രൂപ കൊടുക്കണം. 150 രൂപ GST, 18% GST വേറെ. വീടുകളിലേക്ക് നൽകുന്ന ഗ്യാസിന് 5% GST ആകുമ്പോൾ ഞങ്ങൾക്ക് 18%. ഇതുകൊണ്ട് എത്ര ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ജീവിക്കുന്നത്, അത്രയും കുടുംബങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഒരു കരുണ കാണിക്കുന്നില്ല. 5% GST ആക്കി തരാൻ വേണ്ടി ഞങ്ങൾ കാലങ്ങളായി പറയുന്നു, അതിൽ ചെവികൊള്ളുന്നില്ല. വ്യവസായ മേഖല എന്ന് പറയുന്നു, വ്യവസായ മേഖലയുടെ യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല. സേവന മേഖല പറയുന്നു, സേവന മേഖലയുടെ യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ വാണിജ്യ സിലിണ്ടർ വില കൂട്ടിയാൽ തന്നെ ചെലവ് കൂടുമല്ലോ. പിന്നെ സ്വാഭാവികമല്ലേ? 2-3 ഗ്യാസ് എടുക്കുന്ന ഒരു കടക്കാരനൊക്കെ ഒരു മാസം 1 ലക്ഷം രൂപ കൂടിയില്ലേ? ഇപ്പം തന്നെ കച്ചവടം വലിയ ഈ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിൽ കടകളിൽ തിരക്കുകയാണത്. അല്ലെങ്കിൽ കച്ചവടം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഭക്ഷണ സാധനത്തിന് വില കൂട്ടി എവിടെ കൊണ്ടുപോകാനാണ്? ജനങ്ങൾ കയറി കഴിക്കേണ്ട, അവർക്കൊരു വാങ്ങൽ ശേഷി ഉണ്ടാവേണ്ടേ? അതില്ലാതായിക്കൊണ്ടിരിക്കുക. സംസ്ഥാന വ്യാപകമായ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടല്ലോ. 6-ാം തീയതി സംസ്ഥാനം ഒട്ടുക്കാൻ കട ഇന്ന് എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധമുണ്ട്. 6-ാം തീയതി കടകളടച്ച് സംസ്ഥാന തലത്തിൽ കടകളടച്ച് പ്രതിഷേധിക്കുകയാണ്. അതൊക്കെ ഒരു സൂചന സമരമാണ്. ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിരന്തരമായി അടച്ചിടേണ്ട അവസ്ഥയ്ക്കാണ് പോകുന്നത് ഈ മേഖല.